Good evening all. Good evening all. Welcome to Mallu Trader VSA. This live is only for education purpose. Okay. Nifty 50 നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രീവിയസിൽ നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ അനാലിസിസ് ഉണ്ടായിരുന്നു. ഓക്കെ. സോ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ടിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയുടെ അവസ്ഥ നോക്കട്ടെ. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. Okay, based on monthly chart, okay, so higher high, so higher high, okay, ഇവിടെ വീണ്ടും വന്നിട്ടൊരു ഹയർ ഹൈ, ഒരു ഇൻവെർട്ടർ ഹാമറിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റ്. സോ അതിനുശേഷം ഇവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അവിടുന്ന് ഒരു ബിയറിഷ് ക്യാൻഡിൽ. സോ ഇതാണ് അവസ്ഥ. ഓക്കെ. സോ ഈ റെസിസ്റ്റൻസ് ലെവൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ മാർക്ക് ചെയ്തിട്ടത്. ഓക്കെ. സോ ഈ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ഫർദർ ഫോളോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക്. ഇതാണ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. നമ്മൾ പ്രീവിയസ്ലി ചെയ്ത അതേ അനാലിസിസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാര്യം ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഓക്കെ. ക്ലിയർ ബൈ ഏരിയയിലേക്കാണ് കയറുന്നത്. ഓക്കെ. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ക്ലിയർ ബൈ ഏരിയയിലേക്കാണ്. സ്റ്റോക്കാസ് RSI ലെവൽ വെച്ചിട്ട് ബൈ ഏരിയയിലേക്കാണ് അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. എബോ 80 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഏരിയയിലേക്ക് അത് മാറും. ഓക്കെ. സോ ബേസ്ഡ് ഓൺ ദിസ് സെറ്റപ്പ് മന്ത്ലി ബേസ് ചെയ്തിട്ട് നിഫ്റ്റിയിൽ ഒരു പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ എബോ ദിസ് ലെവൽ ഓപ്പൺ എബോവ് ദിസ് ലെവൽ ലോങ് പൊസിഷൻസ് ഓപ്പൺ ആക്കാം. ഓക്കെ. എബോവ് ദിസ് ലെവൽ. ഓക്കെ. സോ ഇനി വീണ്ടും ഒരു ഷോർട്ട് പൊസിഷൻ ആണെങ്കിൽ ബിലോ ദിസ് ലെവൽ ദിസ് ബ്ലൂ ലൈൻ. ഓക്കെ. സോ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് എവിഡൻസ് എന്ന് പറയാൻ, ബുള്ളിഷ് എവിഡൻസ് എന്ന് പറയാൻ ഈ ഒരു ക്യാൻഡിൽ മാത്രമാണ്. ഈ ഒരു ക്യാൻഡിൽ ഒരു കറക്റ്റ് ഇൻവെർട്ടർ ഹാമർ ആയിരുന്നു. ആ ഇൻവെർട്ടർ ഹാമറിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ്, അതായത് ഇത് ഏത് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം. സോ ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നെങ്കിൽ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇൻവെർട്ടർ ഹാമർ വന്നു കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇൻവെർട്ടർ ഹാമർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്ലാനിങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. മനസ്സിലായല്ലോ? അതായത് ഇതിൻ്റെ ലോവർ വിക്കിൽ SL സെറ്റ് ചെയ്യുക. മാക്സിമം മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ. ഓക്കെ. ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു. ഓക്കെ. സോ ഇപ്പോഴും നമുക്കതുപോലെ ഈ ഫോൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോഴും ഈ ക്യാൻഡിൽ ബിയറിഷ് ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരണമെന്ന് പറഞ്ഞാൽ 25,686 ലെവലിലാണ്. ഓക്കെ. സോ ഇനി വീക്ക്ലി ചാർട്ടിലേക്ക് മൂവ് ചെയ്യാം. ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ടിൽ ക്ലിയർ ബിയറിഷ് ക്യാൻഡിൽ വീണിരിക്കുകയാണ്. ക്ലിയർ ബിയറിഷ് ക്യാൻഡിൽ. ഓക്കെ. വിത്ത് ഷേക്ക് ഔട്ട് ക്യാൻഡിലാണ്. ലോവർ വിക്ക് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്താണ്. ലോവർ വിക്ക് നല്ല ലെങ്തിലാണ് വീണിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഷേക്ക് ഔട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് ലാസ്റ്റ് വീക്കിൽ. ഓക്കെ. ബട്ട് ക്യാൻഡിൽ എൻഡായിരിക്കുന്നത് ആസ് എ ബിയറിഷ് ക്യാൻഡിലായിട്ട് തന്നെയാണ് എൻഡായിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, സോ നമ്മളിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്തിരുന്നു. ആ ട്രെൻഡ് ലൈൻ വാലിഡ് ആയിരുന്നു. കണ്ടോ? ഈ വീക്കിലാണ് നമ്മളത് മേക്ക് ചെയ്തത്. ഓക്കെ. സോ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫോളോ ചെയ്യും. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്. ദാറ്റ് മീൻസ് ഇനി ഫർദർ ഫോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് വീക്ക്ലി ചാർട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സോൾഡ് കണ്ടീഷനിലാണ്. ഓക്കെ. സോ ഇവിടെ ആയിരുന്നു ഒരു സ്ട്രോങ്
റെസിസ്റ്റൻസ് ലെവലായിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് മൂവ് ചെയ്തു മാർക്കറ്റ്. ഓക്കെ, സോ ലാസ്റ്റ് വീക്കിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ നേരത്തെ. ഓക്കെ, മന്ത്ലി ചാർട്ടിൽ ഓക്കെ, സോ ഈ ഫോള് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്കാണ്. അതായത് ഈ ഒരു ലെവൽ 25,682 നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ അവിടെയാണ് വരുന്നത്. അതായത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് നമുക്ക് തരാൻ പറ്റുന്ന അനാലിസിസ്. ഡേ ചാർട്ടിലോട്ട് വരുമ്പോൾ ഡേ ചാർട്ടിൽ ക്ലിയർ എവിഡൻസ് ഉണ്ട്, ബുള്ളിഷ് എവിഡൻസ് ഉണ്ട്. അതായത് RBI റേറ്റ് കട്ടിങ് വന്നതായിരിക്കാം കാരണം. ഓക്കെ, സോ ക്ലിയർ ബുള്ളിഷ് എവിഡൻസ് തന്നു തേഴ്സ്ഡേയിൽ. ലാസ്റ്റ് വീക്ക് തേഴ്സ്ഡേയിൽ ക്ലിയർ ബുള്ളിഷ് എവിഡൻസ്, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഫ്രൈഡേയിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഇനിയൊരു ഫർദർ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യണം. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ടൈം ഈ ഒരു ഹൈ ലെവൽ. ഓക്കെ, ഇതാണ് വരുന്നത്. സോ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്ന് അത് റീട്രേസ് ചെയ്ത് മുകളിലോട്ട് കയറിയേക്കുവാണ്. സോ ദാറ്റ് മീൻസ് ഇനി ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിഫ്റ്റി 50യിൽ നെക്സ്റ്റ് വീക്കിൽ ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഹൈ ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു ട്രയാങ്കുലാർ മൂവ്മെൻ്റ് എന്ന് പറയാൻ നോക്കട്ടെ. ഓക്കെ, സോ ഒരു അസെൻഡിങ് ട്രയാങ്കുലാർ മൂവ്മെൻറ്റ് തന്നെയാണ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫർദർ ബുള്ളിഷ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന പിവോട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 26,569 ഈ ഒരു ലെവലിലാണ്. 26,569 ഈ ഒരു ലെവലിൽ. ഓക്കെ, സോ ഇതാണ് ബേസ്ഡ് ഓൺ ഡേ ചാർട്ട് നമുക്ക് തരാൻ പറ്റുന്ന അനാലിസിസ്. 4 ഹവറിലേക്ക് വരുമ്പോൾ 4 ഹവറിൽ ദർ ഈസ് നോ ന്യൂ ബുള്ളിഷ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. പുതിയ ബുള്ളിഷ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. അതായത് ഫ്രൈഡേയിൽ ലാസ്റ്റ് 4 ഹവറിലെ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് ആസ് എ നോ സപ്ലൈ ക്യാൻഡിലാണ്. ദാറ്റ് മീൻസ് ഇനി ഫർദർ ബുള്ളിഷ് മൂവ്മെൻറ്റ് വരാനാണ് ചാൻസ്. ഈ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് നോ സപ്ലൈ ക്യാൻഡിലായിട്ടാണ്. നോ സപ്ലൈ ക്യാൻഡിൽ ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഫർദർ ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസാണ് കൂടുതൽ. ഓക്കെ, സ്റ്റൊക്കാസ്റ്റിക്സ് ലെവലും കൂടി ചെക്ക് ചെയ്യാം. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ ബൈ ഏരിയയിലേക്ക് മൂവ് ചെയ്യുകയാണ്. അത് നല്ല മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്, ഹൈ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് മണ്ടേലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസാണ് കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു ലെവലിലേക്ക് വീണ്ടും. സോ 2 ഹവറിലേക്ക് വരുമ്പോൾ 2 ഹവറിലും നോ ബുള്ളിഷ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ബട്ട് 2 ഹവറിൽ ലാസ്റ്റ് പ്രീവിയസ് ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് വിത്ത് എ ക്ലിയർ സെല്ലിംഗ് എവിഡൻസ്. സെൽ എവിഡൻസോടുകൂടിയാണ് 2 ഹവറിലെ ലാസ്റ്റ് ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത്. ദിസ് വൺ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇനിയൊരു ഫർദർ 2 ഹവർ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ
ഇതാണ് അടുത്ത ഡിമാൻഡ് ലെവൽ വരുന്നത് 2 hourൽ. അപ്പോൾ ഈ ഒരു സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, അതിനുശേഷം വീണ്ടും മുകളിലോട്ട് കയറും. ഓക്കെ, സോ ഇതായിരിക്കും നിഫ്റ്റിയിൽ 2 hour ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റിനുള്ള ചാൻസസ്. ഓക്കെ, സോ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് വീണ്ടും ഈ ഒരു ലെവലിൽ നിന്ന് പിന്നെയും മുകളിലോട്ട്, ഇതിനാണ് ചാൻസ്. ഓക്കെ, ചാൻസസ് ഹൈ ആണ്, ബിക്കോസ് ഓൾറെഡി ഷോസ് എ ബിയറിഷ് എവിഡൻസ് ഇൻ 2 hour, ബട്ട് 4 hourൽ അങ്ങനെ എവിഡൻസ് ഒന്നുമില്ല. ഓക്കെ, സോ ഇനി നമുക്ക് 1 hour ചെക്ക് ചെയ്യാം. ഇതിൻ്റെ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവലും കൂടി നോക്കട്ടെ. ബേസ്ഡ് ഓൺ സ്റ്റൊക്കാസ്റ്റിക്സ് RSI ഒരു ഓവർ ബ്രോട്ട് കണ്ടീഷൻ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ അതുകൊണ്ട് ഒരു ഫർദർ ഡൗൺ സൈഡ് ഫോളിനുള്ള ചാൻസ് കൂടുതലാണ് 2 hour ബേസ് ചെയ്തിട്ട്. 1 hourലേക്ക് വരുമ്പോൾ 1 hourൽ ഒരു റാലി മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു ക്ലിയർ ബൈയിങ് എവിഡൻസ്. സോ 1 hourൽ അഗെയിൻ കാണിക്കുന്നത് ഒരു നോ സപ്ലൈ ക്യാൻഡിലാണ്. ദിസ് ക്യാൻഡിൽ ഷോസ് എ ക്ലിയർ ബുള്ളിഷ് എവിഡൻസ്. ദാറ്റ് മീൻസ് ഇതിന് മുകളിലോട്ടൊരു മൂവ്മെൻറ്റിനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതായത് 26,203 ആ ഒരു ലെവലിന് മുകളിലോട്ട് 1 hourനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ. ഓക്കെ, 1 hourനെ ബേസ് ചെയ്തിട്ട് RSI ചെക്ക് ചെയ്യുമ്പോൾ RSI അവിടെയും ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്, അവിടെ നിന്ന് റിജക്റ്റ് ചെയ്തതുകൊണ്ട് ഇനി ഒരു ഫർദർ മൂവ്മെൻറ്റിന് ബുള്ളിഷ് മൂവ്മെൻറ്റ് കുറച്ചും കൂടി മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് 1 hour ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലെവൽ വരെ കാണിക്കാം. വൺ അവറിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ ഒരു ലെവൽ വരെ മൂവ്മെൻറ്റ്, അതായത് യെസ് ഈ ഒരു ഡിമാൻഡ് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സപ്ലൈ ലെവൽ. ഓക്കെ, 1 hourലെ ഈ ഒരു സപ്ലൈ ലെവലിലേക്ക് മൂവ് ചെയ്യാം. അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്തിരിക്കുക. ദാറ്റ് മീൻസ് അവിടെ നിന്ന് മുകളിലോട്ട് പോകാനുള്ള ചാൻസാണ് കൂടുതലും, ഈ സപ്ലൈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ. ഓക്കെ, 1 hourൽ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫോള് ചാൻസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 2 hourൽ അങ്ങനെ ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ടായിരുന്നു. റീസെൻ്റായിട്ട് നമുക്ക് തരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്യാൻഡിൽ എൻഡായിരിക്കുന്നത് 2 hourൽ മാത്രമാണ് വിത്ത് സെല്ല് എവിഡൻസോടുകൂടി എൻഡായിരിക്കുന്നത്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ വരച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, 1 hourലെ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഓവർ ബ്രോട്ട് കണ്ടീഷനിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഫർദർ അപ്സൈഡ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട് അവിടെയും. ഓക്കെ, സോ ഇനി 30 മിനിറ്റ് നോക്കാം. ബേസ്ഡ് ഓൺ 30 മിനിറ്റിൽ 30 മിനിറ്റ് ക്യാൻഡിൽസ് എല്ലാം നോക്കുമ്പോൾ ക്ലൈമറ്റിക് ആക്ഷൻ നിഫ്റ്റി 50യുടെ ബുള്ളിഷാണ്. അതായത് ബൈ സൈഡിലേക്ക് ഹെവി അൾട്രാ വോളിയം ഹൈ ക്യാൻഡിൽസ് ആണ് വീണിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്യാൻഡിൽ എൻഡായിരിക്കുന്നത് ആസ് എ നോ സപ്ലൈ ക്യാൻഡിലാണ്. ദാറ്റ് മീൻസ് ഒരു ഫർദർ ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ 30 മിനിറ്റിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലിയർ ബുള്ളിഷ് എവിഡൻസ് ആണ്, ബട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഈ ഒരു ക്യാൻഡിലിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് അവസ്ഥ. 30 മിനിറ്റ് നോക്കുമ്പോൾ ഓവർ ബ്രോട്ട് കണ്ടീഷൻ അവിടുന്ന് റിജക്റ്റ് ചെയ്ത് സെൽ ഏരിയയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കർവ് പക്ഷേ ടേൺ ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇനിയൊരു ഫർദർ അപ്സൈഡ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് അതിൽ കാണിക്കുന്നുണ്ട് 30 മിനിറ്റ് ബേസ് ചെയ്തിട്ട്. ഓക്കെ, സോ ഇനി 15 മിനിറ്റിലേക്ക് മൂവ് ചെയ്യാം. ബേസ്ഡ് ഓൺ 15 മിനിറ്റ് അവിടെയും ക്ലൈമറ്റിക് ആക്ഷൻ ഇൻ ബൈയിലാണ്. ഈ ഒരു ക്യാൻഡിൽ തന്നെ ക്ലിയർ ബൈയിങ് എവിഡൻസ് ഈ ഒരു ക്യാൻഡിൽ തന്നെ. സോ അതിന് ശേഷം യെസ് ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്, ദിസ് ക്യാൻഡിൽ. ഓക്കെ, അതിൽ മാക്സിമം ഫോൾ വന്നത് 26,143. അതിൽ താഴേക്ക് ഫോളായി 26,124 വരെ. ഓക്കെ, സോ അപ്പോൾ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടായിട്ട് അത് ഷേക്ക് ഔട്ട് ചെയ്താണ് മുകളിലോട്ട് പോയേക്കുന്നത്.
സോ അതല്ല, ഇനി ഇതിനെ റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും ഒരു ഫോളോ വരുവാണെങ്കിൽ ബിലോ ദിസ് ലെവൽ 126 141 ആ ഒരു ലെവലിലേക്ക് ഫോളോ ചെയ്യും ബേസ്ഡ് ഓൺ 15 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ് RSI ലെവൽ നോക്കുമ്പോഴത്തേക്ക്, സ്റ്റൊക്കാസ്റ്റിക്സ് RSI ലെവൽ നോക്കുമ്പോഴത്തേക്ക് അത് ഓവർസോൾഡ് കണ്ടീഷനിൽ വന്നിട്ട് റീട്രേസ് ചെയ്ത് ഒരു ബൈ ഏരിയയിലേക്ക് ആയിട്ടില്ല. 40 എബോവ് 40 ആണെങ്കിൽ നമുക്കൊരു ബൈ ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നു പറയാം. ഓക്കെ, ഇതാണ് അവസ്ഥ. സോ നമ്മൾ നിഫ്റ്റി 50യുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു അനാലിസിസ് ആണ് ചെയ്യുന്നത്. അത് മന്ത്ലി ചാർട്ട് നമ്മൾ അനാലിസിസ് ചെയ്തു, വീക്ക്ലി, ഡെയിലി, 4 അവർ, 2 അവർ, 1 അവർ, 30 മിനിറ്റ് ആൻഡ് 15 മിനിറ്റ്. ഓക്കെ, സോ അതിൽ താഴേക്കുള്ള ടൈം ഫ്രെയിമിൽ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് നമുക്ക് ബേസ്ഡ് ഓൺ ചാർട്ട് അനാലിസിസ് നമുക്ക് തരാൻ പറ്റുന്ന മൂവ്മെൻറ്റുകൾ. ഓക്കെ, സോ ഈ ഒരു മൂവ്മെൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് 2 അവറിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു ഫോള്. ബട്ട് വേറെ എവിടെയും നമുക്ക് അങ്ങനെ ഒരു എവിഡൻസ് ഇല്ല, എവിടെയും ഇല്ല. 2 അവറിൽ മാത്രമാണ് ഒരു സെല്ലിംഗ് എവിഡൻസ് എന്ന് പറയാനുള്ളത്. ബട്ട് വേറെ ഒരു ടൈം ഫ്രെയിമിലും ഇല്ല. സോ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടൊരു ഫോളോ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സപ്പോർട്ട് ലെവലുണ്ട് 26 124 അതൊക്കെ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സപ്പോർട്ട് ലെവൽ വരുന്നതെന്ന് പറഞ്ഞാൽ 26,078 26,078 അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് ലെവൽ. ഓക്കെ, സോ ഇതാണ് നമുക്ക് നിഫ്റ്റിയിൽ തരാൻ പറ്റുന്ന അനാലിസിസ്. ഡേ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ക്ലിയർ ബൈയിങ് എവിഡൻസ് ആണ് തന്നേക്കുന്നത്. സോ ദാറ്റ് മീൻസ് അതിൻ്റെ മൂവ്മെൻറ്റ്, ഡേ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് നോക്കുവാണെങ്കിൽ വ്യാഴാഴ്ച ക്ലിയർ ബുള്ളിഷ് എവിഡൻസ്, അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ഫ്രൈഡേയിൽ വീണ്ടും റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റ്. സോ ഈ ഒരു ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ബേസ്ഡ് ഓൺ ഡേ ക്യാൻഡിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു ട്രയാങ്കുലർ മൂവ്മെൻറ്റ് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന മേജർ ഫണ്ടമെൻ്റലുകൾ നോക്കാം. സോ വെയർ ഈസ് ഇന്ത്യ? ഞാൻ സെറ്റ് ചെയ്ത് വെച്ചില്ല, നോക്കട്ടെ. ഓക്കെ, സോ ഇന്ത്യൻ മാർക്കറ്റിൽ വരുമ്പോൾ നോക്കട്ടെ മേജർ ഫണ്ടമെൻ്റലുകൾ, മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റലുകൾ. കൺട്രീസ് കുറച്ച് ഒഴിവാക്കട്ടെ, സെറ്റ് ചെയ്ത് വെക്കാറാണ് സാധാരണ പതിവ്. ഇന്നിപ്പം നമ്മളത് സെറ്റ് ചെയ്തില്ല. ജസ്റ്റ് എ മിനിറ്റ്, കുറേ കിടക്കുന്നുണ്ട്, എല്ലാം ഒഴിവാക്കട്ടെ. നമുക്ക് ഇന്ത്യ മാത്രം മതിയല്ലോ. ഓ, ഇത് നല്ല പണിയായിപ്പോയി കേട്ടോ. ഓക്കെ, സോ മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ US ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇന്ത്യൻ കറൻസിയിലുണ്ടായ ചേഞ്ച് കണ്ടതാണ് USD ആയിട്ട് ബന്ധപ്പെട്ട്. ബട്ട് റഷ്യൻ പ്രസിഡൻ്റെ ഇന്ത്യ സന്ദർശനം, ഇതൊക്കെ മാർക്കറ്റിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളത് നോക്കാം.
സോ മേജർ ഫണ്ടമെൻ്റലുകൾ നമുക്ക് അടുത്ത ആഴ്ച വരുന്നത്. ഓക്കെ, സോ നമുക്ക് വരുന്നത് 9-ാം തീയതിയാണ് വരുന്നത്. 9-ാം തീയതി RBI മാർക്കറ്റ് ബോറോയിങ് ഓപ്ഷൻ ഉണ്ട് 9-ാം തീയതി. സോ 10-ാം തീയതി 5 PM അതായത് 10-ാം തീയതി വെനസ്ഡേ. ഓക്കെ, 5 PM M3 മണി സപ്ലൈ ഈ ഡേറ്റ റിലീസ് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് അത് അഫക്റ്റ് ചെയ്യുന്നത് ഫ്രൈഡേയിലായിരിക്കും, ഫ്രൈഡേ മാർക്കറ്റിനായിരിക്കും. ഓക്കെ, സോ ഫ്രൈഡേയിൽ മാർക്കറ്റ് ഓപ്പണിംഗ് സമയത്ത് ഒരു ഫണ്ടമെൻ്റലുകളും ഇല്ല. സോ നെക്സ്റ്റ് വീക്ക് വരുന്നത് ട്യൂസ്ഡേയിലുള്ള ഈ RBI മാർക്കറ്റ് ബോറോയിങ് ഓപ്ഷനും അതുപോലെ തന്നെ വെനസ്ഡേ വരുന്ന M3 മണി സപ്ലൈ. അത് ഈ M3 മണി സപ്ലൈ എന്ന് പറയുന്നത് വെനസ്ഡേയിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഫക്റ്റ് ഉണ്ടാകുന്നത് തേഴ്സ്ഡേയിലായിരിക്കും. സോ മാർക്കറ്റ് ടൈമുകളിൽ ഒരു ഡേറ്റയും പിന്നെ റിലീസ് ആവുന്നില്ല. ഫ്രൈഡേയിൽ ഈ 5 ഡേറ്റാസ് റിലീസ് ആവുന്നുണ്ട്. ഈ 5 ഡേറ്റാസ് നെക്സ്റ്റ് വീക്കിൽ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് വീക്കിൽ, അതായത് അത് മേജർ ഫണ്ടമെൻ്റലുകളാണ്. അതായത് നമ്മുടെ കൺട്രിയുടെ ഇൻഫ്ലേഷൻ റേറ്റ്, ഡെപ്പോസിറ്റ് ഗ്രോത്ത്, ഇതൊക്കെയാണ്. സോ ദാറ്റ് മീൻസ് ഫ്രൈഡേക്ക് ശേഷം, അതായത് നെക്സ്റ്റ് വീക്ക് മൺഡേയിൽ ഈ സംഭവങ്ങളെല്ലാം അഫക്റ്റ് ചെയ്തിരിക്കും. ഓക്കെ, പ്രീവിയസ് ഡേറ്റ നമുക്കൊന്ന് നോക്കാം. പ്രീവിയസ് വീക്കിൽ RBI റേറ്റ് കട്ട് ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാതെ. സോ നമ്മുടെ ഡേറ്റകളെല്ലാം റിലീസ് ചെയ്തേക്കുന്നത് ഫുഡ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് അല്ല, ഡേറ്റ നെഗറ്റീവാണ്. നെഗറ്റീവ് അല്ല, ഒരു ന്യൂട്രൽ ലെവലാണ്. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോയും ന്യൂട്രലാണ്. ബട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, അതായത് റേറ്റ് കട്ട് ഉണ്ടായി. അത് നെക്സ്റ്റ് വീക്ക് റേറ്റ് കട്ടിനുള്ള സൂചന ഉണ്ടാവാം. തേഴ്സ്ഡേയിൽ തന്നെ ബുള്ളിഷ് മൂവ്മെൻ്റ് ഉണ്ടായി, ഫ്രൈഡേയിലും ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, മോർണിംഗ് ആണ്, 10 മണിക്ക് തന്നെയാണ് ഡേറ്റ വരുന്നത്. അതായത് അന്ന് നല്ല ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായത്. സോ ദാറ്റ് മീൻസ് ഇതിൻ്റെ അഫക്റ്റ് നെക്സ്റ്റ് വീക്കിലുണ്ടാവും. ബട്ട് നെക്സ്റ്റ് ഫ്രൈഡേ എന്ന് പറയുമ്പം നെക്സ്റ്റ് ഫ്രൈഡേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഫ്രൈഡേയിൽ ഈ പറയുന്ന റിലീസ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ റേറ്റ് ആണ്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് നമ്മുടെ കൺട്രിയുടെ. സോ അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്കമിങ് വീക്കിലേക്ക് അഫക്റ്റ് ചെയ്യും, ഷുവറായിട്ടും അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിൽ തരാൻ പറ്റുന്ന അനാലിസിസ്. ഇതിനെ ബേസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, നിഫ്റ്റി 50യിലെ മൂവ്മെൻറ്റ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മൂവ്മെൻറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഷെയർസ്, അതായത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന എന്തെങ്കിലും ഷെയർസ് എന്തെങ്കിലും നോക്കണമെങ്കിൽ ലൈവിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
സോ ഈ ട്രയാങ്കിൾ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് എങ്ങനെയെന്നുള്ളതാണ് ഫ്യൂച്ചർ. ഓക്കെ, ട്രയാങ്കുലർ മൂവ്മെൻറ്റ് തന്നെയാണ് ബേസ്ഡ് ഓൺ ഡേ ക്യാൻഡിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർസ്, അതായത് എനി അതർ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് നോക്കണമെങ്കിൽ നമുക്ക് ഇപ്പോഴും നോക്കാം. അതായത് മാർക്കറ്റ് ഓപ്പണിംഗ് സമയത്ത് നമുക്ക് പറ്റില്ല, ഇപ്പോഴും വേണമെങ്കിൽ അത് അതിൻ്റെ അവസ്ഥ വേണമെങ്കിൽ നമുക്ക് അനാലിസിസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലുള്ള മൂവ്മെൻറ്റ്, അതായത് RBI റേറ്റ് കട്ടിങ്, അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ വിസിറ്റ്, ഇതൊക്കെ നെക്സ്റ്റ് വീക്കിൽ എങ്ങനെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കും എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് വീക്കിൽ വരുന്ന ഫണ്ടമെൻ്റലുകൾ ഞാൻ കാണിച്ചു. ഈ പറയുന്ന സംഭവങ്ങളൊക്കെയാണ്. ഫ്രൈഡേ, അതായത് നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വരുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ. ബട്ട് അതെന്ന് പറഞ്ഞാൽ അതായത് 15 നെക്സ്റ്റ് വീക്കിലല്ല, അതിന് ശേഷം അത് മാർക്കറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്. ഓക്കെ, സോ ഈ RBIയുടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ട്യൂസ്ഡേയിൽ, അത് വെനസ്ഡേയിലെ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ട്യൂസ്ഡേയിൽ എപ്പോഴാണ് അത് റിലീസ് ആവുന്നത് എനിക്കറിഞ്ഞൂടാ, ആ ഡേറ്റ റിലീസ് ആവുന്ന സമയമില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന എനി അതർ ഷെയർസ് അനാലിസിസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇന്ത്യൻ മാർക്കറ്റിലെ മൂവ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലെ ബേസ്ഡ് ഓൺ ഡേ ക്യാൻഡിൽ മൂവ്മെൻറ്റ് ഇതാണ്. ഇന്നെ ക്ലിയർ ട്രയാങ്കുലർ മൂവാണ്. ഓക്കെ, അസെൻഡിങ് ട്രയാങ്കിളാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഓരോ ടൈം ഫ്രെയിമിലെയും അനാലിസിസ് നമ്മൾ ചെയ്തു. മന്ത്ലി ചാർട്ട് ചെയ്തു, വീക്ക്ലി ചാർട്ട് ചെയ്തു, ബേസ്ഡ് ഓൺ ഡേ ക്യാൻഡിൽ 4 അവർ, 2 അവർ, 1 അവർ, 30 മിനിറ്റ് ആൻഡ് 15 മിനിറ്റ് വരെയുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ എനിത്തിങ് അതർ? 640 ബ്രദർ. ഹായ് ബ്രദർ. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ നിലവിലെ കണ്ടീഷൻസ് നോക്കാം, അനാലിസിസ് ചെയ്യാം. ഇവിടേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ടോ, മാർക്കറ്റിൽ ഇവിടെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലായിട്ടില്ല കണ്ടോ. സോ അതായത് ഇത് ട്യൂസ്ഡേയിൽ മാർക്കറ്റ് ഇവിടെ എൻഡ് ആവുന്നു. അതിനുശേഷം വെനസ്ഡേയിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പിൽ ബുള്ളിഷ് ഓപ്പണിങ്. സോ അതിനുശേഷം ആ ഗ്യാപ്പ് ഫില്ലായിട്ടില്ല ഡേ ചാർട്ടിൽ. സോ അതുകൊണ്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് ഈ ഒരു ലെവലൊക്കെ വരുവാണെങ്കിൽ നമുക്കിവിടെ പിടിക്കാം. നിഫ്റ്റിയുടെ മൂവ്മെൻ്റ് ആണ് നമ്മൾ അനാലിസിസ് ചെയ്തത്. ഓക്കെ, സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇത് ഈ ലൈവ് നമ്മൾ എൻഡ് ചെയ്യുകയാണ്. ഓക്കെ, എനി ഷെയർ, എനിത്തിങ് കമ്മോഡിറ്റി എന്തായാലും നമുക്ക് അനാലിസിസ് ചെയ്യാം. അതിന് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, നമ്മളൊരു പെയ്ഡ് സർവീസ് നമ്മൾ ചെയ്യുന്നില്ല, ഫുള്ളി ഫ്രീ ആണ്. ഓക്കെ, നമുക്ക് പെയ്ഡ് സിഗ്നൽസ് ഇല്ല, പെയ്ഡ് സർവീസുകളൊന്നും തന്നെ ഇല്ല. ഓക്കെ, സോ ഇത് എക്സാക്റ്റ് ഇങ്ങനെയാണ് ഈ ട്രെൻഡ് ലൈൻ വരിക. സോ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂവിൽ നല്ല US ഡോളറുമായിട്ട് ഭയങ്കര ഇടിവുണ്ടായിട്ടുണ്ട്. അത് ഈ താരിഫിൻ്റെ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ നിലനിൽക്കുന്ന കാരണമാണ്. ബട്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ഫോളിന് ശേഷം ഇതാണ് ഫോളോ ചെയ്തത്. ഈ ഫോള് വെനസ്ഡേ വരെ നമുക്ക് ഫോൾ ഉണ്ടായി. അതിനുശേഷം ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ RBIയുടെ റേറ്റ് കട്ടിംഗ് ആണ് കാരണം. റീസൺ RBI റേറ്റ് കട്ടിങ്. അതുകൊണ്ട് ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഇത് കണ്ടിന്യൂ ചെയ്തതെന്നാണ് ഇനി അറിയേണ്ടത്.
ഇത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഈ ലെവലിലേക്ക് വീണ്ടും വരും. ഈ ലെവൽ ബ്രേക്ക് ചെയ്യും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ലെവലാണ്, അതിനെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന പോലെ ഒരുപാട് ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഫുള്ളി ഫണ്ടമെൻ്റലും ഈ ചാർട്ട് അനാലിസിസ് മാത്രമാണ് ചെയ്തത്. നമുക്ക് സെൻറ്റിമെൻറ്റ്സ് നോക്കാൻ ഇങ്ങനെയുള്ള ടൂളുകൾ വല്ലതും ഉണ്ടെങ്കിൽ, അതായത് മാർക്കറ്റിൻ്റെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ്, അതിന് നമ്മൾ ഏതെങ്കിലും ബ്രോക്കേഴ്സിൻ്റെ അവരുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇപ്പോൾ നമ്മൾ എന്തായാലും അതിന് താല്പര്യമില്ല. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും ഫ്രീ വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി അടുത്ത ലൈവ് തൊട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ എനിവേ നമ്മൾ ഈ ലൈവ് എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സോ ഇതിൻ്റെ റെക്കോർഡഡ് കോപ്പി നമ്മുടെ വീഡിയോ ലിസ്റ്റിലുണ്ടാവും. നിങ്ങൾ അവിടെ കയറി ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വീക്കിലേക്കുള്ള നിഫ്റ്റി 50യുടെ അനാലിസിസാണ് നമ്മൾ ചെയ്തത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ലൈവ് എൻഡ് ചെയ്യാണ്. എനിത്തിങ് റിലേറ്റഡ് ടു ദിസ് ഓർ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഓക്കെ, സോ എനിത്തിങ് റിലേറ്റഡ് ടു നിഫ്റ്റി 50 ഓർ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റോക്കുകളുണ്ടെങ്കിൽ അതിൻ്റെ അനാലിസിസ് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ലൈവ് എൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ക്രിപ്റ്റോ ബേസ്ഡ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതും നോക്കാം. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് ഈ ലൈവ് എൻഡ് ചെയ്യാം. സോ ടുമാറോ നമ്മൾ മോർണിംഗ് നമ്മൾ നമ്മുടെ ഗോൾഡ് BTC അതിൽ ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ടുമാറോ മോർണിംഗ്. സോ ഇതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ത്യൻ മാർക്കറ്റിലെ മൂവ്മെൻറ്റ് നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുള്ള അനാലിസിസ് എല്ലാം കറക്റ്റായിട്ടാണ്. ഇത് കണ്ടല്ലോ, ഈ ഒരു M4 നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതാണ്. ഈ M4 കണ്ടോ, അപ്പോൾ പക്കായിട്ട് സംഭവിച്ചു. സോ ഇന്ത്യൻ മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. സോ അതർവൈസ് നമുക്ക് ഈ ലൈവ് അവസാനിപ്പിക്കാം. സോ നോ വൺ ഹാവ് no queries. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ റീസെൻ്റ് ആയിട്ട് ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബുള്ളിഷ് എവിഡൻസ് ആണ്. എന്നെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടായി. ബട്ട് അതിനുശേഷം എവിടെയും ഒരു ഇതേപോലെയുള്ള സെല്ലിംഗ് എവിഡൻസുകളില്ല. സെല്ലിംഗ് എവിഡൻസ് ഇല്ലാതെ ഒരു ഫോളോ ചെയ്യുന്നു ഈ ഒരു ലെവൽ. ദെൻ ഇനി മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്ന പറഞ്ഞാൽ വീണ്ടും ഈ ഒരു ലെവൽ. ഓക്കെ, ചാൻസ് അതാണ് കൂടുതൽ. വീണ്ടും ഇവിടേക്ക് ക്ലിയർ ട്രയാങ്കുലർ മൂവ്മെൻറ്റിലാണ് ഇതുള്ളത്. ഇങ്ങനെ ഫോളോ ചെയ്യുന്നു, എഗെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു, ഇനി വീണ്ടും മുകളിലേക്ക്. ചാൻസ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഈ ലൈവ് എൻഡ് ചെയ്യാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇനി അതർ സ്റ്റോക്സ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന എന്തെങ്കിലും സ്റ്റോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അനാലിസിസ് ചെയ്യാം. നമ്മളൊരു പെയ്ഡ് സർവീസും ചെയ്യുന്നില്ല, ഓൺലി
ഫ്രീ ആണ്. സോ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വീക്ക്ലി അനാലിസിസ് നമ്മൾ ചെയ്യാറുണ്ട്. അതാണ് നമ്മൾ ഇപ്പോഴേ ചെയ്തത്. ഓക്കെ, സോ വേറെ നമ്മളിപ്പോൾ ക്രിപ്റ്റോ ഒന്നും നോക്കുന്നില്ല, ലൈവ് ഒന്നും ചെയ്യുന്നില്ല. സോ അതിനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. ഇന്ന് നമ്മൾ ക്രിപ്റ്റോ ഒന്നും ചെയ്യുന്നില്ല, BTC ഒന്നും ചെയ്യുന്നില്ല, BTC ലൈവ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഓൺലി നിഫ്റ്റി 50യുടെ അനാലിസിസ് മാത്രമാണ് ചെയ്തത്. സോ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രം നമ്മൾ ക്രിപ്റ്റോ നോക്കാം, അത്രയേ ഉള്ളൂ, ജസ്റ്റ് നോക്കാം. ഇപ്പോഴും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി 50യുടെ അനാലിസിസ് ആണ് ചെയ്തത്, നെക്സ്റ്റ് വീക്കിലേക്കുള്ള നിഫ്റ്റി 50യുടെ മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഗോൾഡിൻ്റെ ഒരു അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോ കയറി നോക്കിയാൽ മതി. നമ്മുടെ വീക്ക്ലി അനാലിസിസ് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. സോ അതുകൊണ്ട് ഗോൾഡിലെ അനാലിസിസ് വീഡിയോ നമ്മൾ അപ്ലോഡാണ്, അത് കണ്ടാൽ മതിയാവും. ഇത് ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി 50യുടെ മൂവ്മെൻ്റ് ആണ് നമ്മൾ അനാലിസിസ് ചെയ്തത്. ഓക്കെ, സോ എനിവേ ഒന്നുകൂടി താങ്ക് യു ഫോർ വാച്ചിങ് എവരി വൺ. നമ്മൾ ലൈവ് എൻഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓക്കെ, സീ യു ടുമാറോ.